ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രങ്ങളായിട്ട് തിയേറ്ററിൽ ഇപ്പോഴും വിജയകരമായിട്ട് പ്രദർശനം തുടരുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രങ്ങളായിട്ടുള്ള വാഴ 2, പള്ളിച്ചട്ടമ്പി, ഒരു ദുരൂഹ സാഹചര്യത്തിൽ മോഹിനിയാട്ടം തുടങ്ങിയ സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്നലത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത എക്കാലത്തും വലിയ വിജയങ്ങളോട്ടാണ് ഹാഷറും കൂട്ടുകാരും ഒന്നിച്ച വാഴ 2 മുന്നേറുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഹാഷിർ, അജിൻ, അരൻ, വിനായക് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ സവിൻസ് അണിയിച്ചൊരുക്കിയ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേടി 200 കോടിയും കടന്ന് പിന്നിടുകയാണ്. മൂന്നാം ഭാഗത്തോട്ട് കടന്ന ചിത്രത്തിന് വർക്കിംഗ് ഡേയിലും വൻ തരംഗങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട്. 18 ദിവസമായിട്ടുള്ള ചിത്രത്തിന്റെ മൂന്നാം ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ 4,52,00,000 രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ 19 ദിവസമായിട്ടുള്ള തിങ്കളാഴ്ച ചിത്രത്തിന് ഏകദേശം 2 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചിത്രം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയമായിട്ട് മാറുകയും 205 കോടി പിന്നിടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററോട്ടെത്തിയ മലയാള ചിത്രമായിരുന്നു മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമ. 2025 പുറത്തിറങ്ങിയ സൈജു കുറുപ്പ് ചിത്രം ഭരതനാട്യം എന്ന് പറയുന്ന സിനിമയുടെ തുടർപ്പതിപ്പായിരുന്നു മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന് 2ാം ആഴ്ചയിട്ട് കിടന്നപ്പോൾ വലിയൊരു കളക്ഷൻ സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. 10ാം ദിനമായിട്ടുള്ള ചിത്രത്തിന് 2ാം ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 1,77,00,000 രൂപയോളം കണ്ടെത്താൻ സാധിച്ചപ്പോൾ 11ാം ദിവസമായിട്ടുള്ള തിങ്കളാഴ്ച ചിത്രം വർക്കിംഗ് ഡേ സ്റ്റഡി കളക്ഷൻ നിലനിർത്തി ഏകദേശം 1.5 കോടി രൂപയോളം സ്വന്തമാക്കി. ചിത്രത്തിന്റെ ആദ്യ 10 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ ചിത്രം ഏകദേശം 20 കോടി രൂപയോളം സ്വന്തമാക്കി ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് ലിസ്റ്റ് ചിത്രം ഇടം നേടുകയാണ്. അതോടൊപ്പം തന്നെ വിഷു പ്രമാണിച്ച് തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു ചാക്കോച്ചും കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറയുന്ന സിനിമ. കുഞ്ചാക്കോ ബോബൻ, ദിലീഷ് പോത്തൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി രതീഷ് ബാലകൃഷ്ണ പൊതുവാളായിരുന്നു ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്നത്താൻ കേസുകൂടെ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം രതീഷ് ബാലകൃഷ്ണ പൊതുവാളും കുഞ്ചാക്കോ ബോബനും ഒന്നിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയങ്ങൾ സ്വന്തമാക്കുന്ന പ്രതീക്ഷിച്ചെങ്കിലും ബോക്സ് ഓഫീസിൽ അമ്പേ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ആദ്യ ഞായറാഴ്ച ചിത്രത്തിന് കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും തന്നെ കേരള ബോക്സ് ഓഫീസിൽ സൃഷ്ടിക്കാൻ സാധിച്ചില്ല. ഏകദേശം 30 ലക്ഷം രൂപ മാത്രം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ 6ാം ദിനമായിട്ടുള്ള വർക്കിംഗ് ഡേ ചിത്രം തകർന്നടിഞ്ഞു. ഏകദേശം 10 ലക്ഷത്തിന് താഴെയുള്ള ഒരു കളക്ഷൻ മാത്രമാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം 5 കോടിക്ക് താഴെയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിഷു പ്രമാണിച്ച് തിയേറ്ററിലോട്ടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രമെത്തിയ പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമ. ടൊവിനോ തോമസിനോടൊപ്പം തന്നെ കയാതുലൂരോട് ഒന്നിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനം ആദ്യ ദിനം സ്വന്തമാക്കിയെങ്കിലും പിന്നീട് തകർന്നടിയുകയായിരുന്നു. ഹിറ്റ് സിനിമകൾ അണിയിച്ചിരിക്കെ ഡിജോ ജോസ് ആന്റണിയായിരുന്നു ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. ചിത്രത്തിന്റെ സോങ്ങുകളെല്ലാം തന്നെ റിലീസിന് മുൻപ് വൻ വിജയമായിട്ട് മാറി. ഏകദേശം ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി കൂടിയാണ് പള്ളിച്ചട്ടമ്പി. ചിത്രത്തിന് ആദ്യ ഞായറാഴ്ചയായിട്ടുള്ള 5ാം ദിവസം കേരള ബോക്സ് ഓഫീസിന് 1,61,00,000 രൂപ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ 6ാം ദിനമായിട്ടുള്ള ആദ്യ വർക്കിംഗ് ഡേ ചിത്രത്തിന് ഏകദേശം 1 കോടിക്ക് അടുത്തുള്ള ഒരു തുക മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം ഒരു ബോക്സ് ഓഫീസ് പരാജയത്തിലോട്ടാണ് നിലവിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ 5 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 20 കോടിക്ക് അടുത്തുള്ള തുക കണ്ടെത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറുമോ വൻ പരാജയമായിട്ട് മാറുമോ എന്ന് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു 4 ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം എന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.